ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും രാധികയും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി ചെന്നതാ. ഇയാളോട് വെള്ളത്തിൽ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് റൂം വരെ പോയി. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ചെന്നപ്പോ അതിനടുത്തൊരു മയിൽപ്പീലി കണ്ടു. അതങ്ങനെ കാറ്റത്ത് പാറി കളിച്ചു പോന്ന് കണ്ടപ്പോ ഞാൻ പിന്നാലെ പോയി. ഞാൻ കുറെ ദൂരെ എത്തുകയും ചെയ്തു. അപ്പോഴാ വേറൊരാള് വെള്ളത്തിൽ ഇറങ്ങിയത്. ആ വെള്ളത്തിൽ ഷോക്ക് ഉണ്ടായിരുന്നു. ഷോക്കിന്റെ കാരണമൊക്കെ അവർ തിരക്കുന്നുണ്ട്. പക്ഷേ രാധിക രക്ഷപ്പെട്ടത് ആ മയിൽപ്പീലി കാരണമാണ്. അമ്മയുടെയും മോളുടെ ഇഷ്ടപ്പെട്ട ദൈവം കണ്ണനല്ലേ? ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ തന്നെയാവും അതോടെ വന്നത് അല്ലേ ഫിദ? നിങ്ങൾ വാ. ഇത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റ് പെറ്റമ്മടിയത് തന്നെയാണ്. അതിലിനി സംശയിക്കാൻ ഒന്നുമില്ല. വരുണേ വാ. വരും. നിങ്ങൾ നേരെ ACPയുടെ ഓഫീസിലൊന്ന് പോകണം. ഞാൻ വിളിച്ച വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ മാഡം? അവിടുത്തെ പോലീസ് ഓൾറെഡി കേസ് എടുത്തിട്ടുണ്ടല്ലോ. അത് പോരാ. ആ സ്ഥലത്ത് എന്താണ് സംഭവിച്ചെന്നല്ലേ അവരന്വേഷിക്കൂ. നിങ്ങൾക്ക് പുറകെ ആരാ ഉള്ളെന്നുള്ള കാര്യം എനിക്കറിയേണ്ടത്. നിങ്ങളുടെ കാര്യത്തില് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. വരുൺ, ഇതിനെതിരൊന്നും പറഞ്ഞു കളയരുത്. സത്യം പറഞ്ഞ രാധിക മോളുടെ കാര്യം പറഞ്ഞ് കരയാത്ത ഒരു ദിവസം പോലും ഫിദയെ ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോ രാധികയ്ക്ക് സന്തോഷമുള്ള കാര്യം സംഭവിച്ചാലും സങ്കടമുള്ള കാര്യം സംഭവിച്ചാലും ഫിദയുടെ ഉത്തരം കണ്ണീരുണ്ടാ. വരണിപ്പോ പറയുന്നത് എന്താണെന്നറിയോ? ഫിദ മാഡം എന്റെ പെറ്റമ്മ തന്നെയാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ പെറ്റമ്മയും വളർത്തുമ്മയും തമ്മിൽ എന്ത് വ്യത്യാസം മാഡം? സ്നേഹിക്കുന്ന അമ്മ ഒന്നല്ലേ ഉള്ളൂ. അമ്മ എന്ന വാക്കില് അതെല്ലാം ഉണ്ടല്ലോ. വരുൺ, എവിടെ പോകുമ്പോഴും വരുൺ തനിച്ചായാതെ സൂക്ഷിക്കണം. നമുക്കൊരു ശത്രുവിനെ തിരിച്ചറിയാമെങ്കിൽ അവരെ നേരിടാൻ എളുപ്പമാണ്. ഇതിപ്പോ നമുക്കറിയില്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. എന്ന് കരുതി ഒരുപാട് പേടിച്ച് ഒളിക്കാനൊന്നുമില്ല. അത്യാവശ്യം ഫൈറ്റിനൊക്കെ താല്പര്യമുള്ള ആളാണ് ഞാൻ. പൊരുതേണ്ട അടുത്ത് പൊരുതിയിട്ടുമുണ്ട്, ജയിക്കേണ്ട അടുത്ത് ജയിച്ചിട്ടുമുണ്ട്. പിന്നെ രാധികയുടെ കാര്യം, അത് ഞാൻ മേഡത്തിന് തരുന്ന വാക്കാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടല്ലാതെ മേഡത്തിന്റെ മോക്ക് ഒന്നും പറ്റില്ല. മതി വരുൺ, എനിക്കത് മതി. ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം മാഡം. ഇപ്പൊ നേരെ ACP ഓഫീസിലേക്ക്, അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. ഓക്കെ, ശരി.